ഹായ് ഹലോ വെൽക്കം ഓൾ. വാട്ട് ഈസ് എ നിച്ച്? അതായത് ടോപ്പിക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ടോപ്പിക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അല്ലേ. അതിനൊരു ടോപ്പിക്ക് വേണം, അല്ലെങ്കിൽ ഒരു മീനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെയാണ് നമുക്ക് പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം. അപ്പോൾ നമുക്കിവിടെ പറയാം വാട്ട് ഈസ് നിഷ്. അപ്പോൾ എ നിഷ് refers to specialized segment of a market that caters to a specific audience needs or interest. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഒരുപാട് ബിസിനസ് ഇൻഡസ്ട്രീസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണല്ലേ. ഫാഷൻ, ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഹോട്ടൽ, ഫുഡ് അല്ലേ, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ ടോപ്പിക്കുകളാണ്, മെയിൻ ഹെഡിങ്ങുകളാണ്. അപ്പോൾ നിഷ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സബ് അല്ലെങ്കിൽ സ്മോൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫാഷൻ എന്നുള്ളത് നമ്മൾ എടുത്താൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാഷനിൽ തന്നെ നമുക്ക് അതിനെ വൈഡായിട്ടും നോക്കാം, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ ഫാഷനിൽ വരുന്നതാണ് ബൊട്ടിക്ക്, ബ്യൂട്ടി പാർലർ, കോസ്റ്റ്യൂംസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാഷൻ എന്ന് പറയുന്നത് മെയിൻ ഹെഡാണ്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് ബ്യൂട്ടി പാർലറുകൾ എടുക്കാം, കോസ്മെറ്റിക്സിനെ എടുക്കാം, ഫാഷൻ റിലേറ്റഡ് ബൊട്ടിക്ക്, പല ഡ്രസ്സുകൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മെയിൻ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടോപ്പിക്കുകളാക്കി മാറ്റാൻ പറ്റും. അത്തരം സ്പെസിഫിക് ആയിട്ടുള്ള നിഷ അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകളാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എടുക്കാൻ. കാരണം നമുക്കൊരു വൈഡ് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും സ്മോൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓഡിയൻസ് തന്നെയാണ്, സ്പെസിഫിക് ഓഡിയൻസ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. കാരണം കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നിങ്ങൾ ഫാഷൻ എടുത്തു കഴിഞ്ഞാൽ ഫാഷൻ എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ബിഗ് ബ്രാൻഡുകളുണ്ട്. എന്നാൽ ഫാഷനിൽ ഒരു ചെറിയ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ചെറിയൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ പുലിയാവാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ബെസ്റ്റ് ആവാൻ പറ്റും. അതാണ് ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിശ്ചയം ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്താണ്, നിങ്ങൾ ലൈഫിലോ നിങ്ങൾ മടുക്കാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഴിവുകൾ നിങ്ങളുടെ ഇൻബോൺ ആയിട്ടുണ്ടോ, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഒന്നും ചെയ്യാനുള്ള ഇതില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു മേഖല കണ്ടെത്തുക, അല്ലെങ്കിൽ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്ത് അതിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആവുക. ആ എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളതിൽ എന്താവും, ഏറ്റവും ബെസ്റ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ കണ്ടൻറ്റ്, സർവീസസ് ആൻഡ് പ്രൊഡക്ട്സ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഈ നിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഫൈൻഡിങ് യുവർ നിച്ച്. ഓക്കെ, എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇവാലുവേറ്റ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻസ് ആൻഡ് സ്റ്റാർട്ട് ബൈ ലിസ്റ്റിംഗ് ടോപ്പിക്സ് യു ആർ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ ഓർ പാഷനേറ്റ് അബൌട്ട് യുവർ enthusiasm will translate into more engaging content and research and demand. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ആൻഡ് ഡിമാൻഡ് ചെയ്യാം. മാർക്കറ്റിൽ നിലവിൽ എന്താണ് സിറ്റുവേഷൻ, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ ഗ്രോത്ത് ആൻഡ് ലുക്ക് ഫോർ എ ട്രെൻഡ്സ്, കീവേഡ്സ് ആൻഡ് പോപ്പുലർ ടോപ്പിക്സ് ഇൻ യുവർ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ആക്സസ് കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് നിലവിൽ കോമ്പറ്റീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പാഷൻ അല്ലെങ്കിൽ നിഷ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ചിലർക്ക് ഈസിയാണ്, ചിലർക്ക് വളരെ വലിയ ടാസ്ക് ആവും. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടായിരിക്കാം, പല വർക്കും ചെയ്യുന്നുണ്ടായിരിക്കാം, ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നിഷ ഫൈൻഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, 2 പോയിന്റ്. ഒന്ന്, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത്, അതൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ലൈഫ് ലോങ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡിമാൻഡുള്ള ഒരു മേഖല, ഒരു നിഷ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതും ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക, കറക്റ്റായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഡിഫൈൻ യുവർ ഓഡിയൻസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഓഡിയൻസ്
ഓഡിയൻസിനെ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അതുമാത്രമല്ല ക്ലിയർലി ഡിഫൈൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്, കൺസിഡർ ഡെമോഗ്രഫിക്സ്, ഏജ്, ജെൻഡർ, ലൊക്കേഷൻ ആൻഡ് ഇപ്പോൾ ഇൻട്രസ്റ്റ്, വാല്യൂസ്, ചാലഞ്ചസ്. ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. വാലിഡേറ്റ് യുവർ നിഷ്. ഓക്കെ, മാത്രമല്ല ടെസ്റ്റ് യുവർ നിഷ് ഐഡിയാസ് ബൈ ക്രിയേറ്റിംഗ് ഫ്യൂ പീസസ് ഓഫ് കോണ്ടന്റ് ആൻഡ് അനലൈസിങ് ഓഡിയൻസ് എൻഗേജ്മെന്റ്, യൂസ് ഫീഡ്ബാക്ക് ആൻഡ് അനലറ്റിക്സ് ടു റിഫൈൻ യുവർ നിഷ സെലക്ഷൻ. അപ്പോൾ നിങ്ങളൊരു നിഷയൊക്കെ സെലക്ട് ചെയ്തു, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് ലൈഫിലോ നിങ്ങൾക്കത് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെക്കായി പോകും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആണോ, കസ്റ്റമർ വില്ലിങ് ആണോ, അല്ലെങ്കിൽ അവരുടെ എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു ചെറിയ ഷോപ്പ് ഇട്ടു, ഷോപ്പിൽ ഒരാഴ്ചയായിട്ടും കസ്റ്റമർ ഒന്നും വരുന്നില്ല, നിങ്ങളാണെങ്കിൽ ഒന്നും അതിനുവേണ്ടി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു കസ്റ്റമർ വരുന്നില്ല, അന്ന് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളത് മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ വരാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, നിങ്ങളതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന് വേണ്ട നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും പ്രതീക്ഷ ഉണ്ടാവാൻ പോകുന്നില്ല. ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം, പഠിക്കണം, പഠിച്ച് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ, വരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് ഔട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മെല്ലെ ഗ്രോത്ത് വന്നു തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മാസ്റ്ററിങ് വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ ടെക്നിക്സ്. നിങ്ങളൊരു സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ നിഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാൻ യുവർ കണ്ടന്റ്, സ്ക്രിപ്റ്റിംഗ്, സ്റ്റോറി ബോർഡിങ്, അതുപോലെ തന്നെ യൂസ് ക്വാളിറ്റി എക്യുപ്മെൻറ്റ്. നിങ്ങൾക്ക് ഇത് ശരിക്കും നിശ്ചയം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലോഗിങ്ങിലൂടെ യൂസ് ചെയ്യാം, കണ്ടൻറ് റൈറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 2 മെത്തേഡാണത്. അതല്ലെങ്കിൽ പിന്നെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റാണ്, വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. പ്ലാൻ യുവർ കണ്ടന്റ്, സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, സ്റ്റോറി ബോർഡിങ്, വിഷ്വൽ ചെയ്യാം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന്. ദെൻ യൂസ് ക്വാളിറ്റി എക്യുപ്മെൻറ്റ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളതിനെ എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ക്വാളിറ്റി ക്യാമറാസ്, മൈക്രോഫോൺസ് ആൻഡ് ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് എൻഹാൻസ് ദ പ്രൊഡക്ഷൻ value of your videos and master video editing. Learn video editing software, example Adobe Premiere ഉണ്ട്, അതുപോലെ Final Cut Pro ഉണ്ട്, പിന്നെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ചാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് VN, അതുപോലെ തന്നെ CapCut, ഇങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആഫ്റ്റർ കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എൻഗേജ് യുവർ ഓഡിയൻസ്. വീഡിയോ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹുക്ക്, കണ്ടന്റ് ഡെലിവറി, കോൾ ടു ആക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ യൂസ് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ടെക്നിക്ക് കൊണ്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ഹുക്ക് പോയിന്റ് യൂസ് ചെയ്യുക, കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹുക്ക് പോയിന്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന ഒരു മെത്തേഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം. സ്റ്റോറി ടെല്ലിങ്ങിലോ ഇമോഷണലിയോ പല രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ നല്ല കോമിക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കോൾ ടു ആക്ഷൻ, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ കസ്റ്റമറെ നമ്മൾ എവിടേക്കാണോ എത്തിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾ അതിലുണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻഗേജ് യുവർ വ്യൂവേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് ക്ലിയർ കോൾസ് ടു ആക്ഷൻ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറയല്ലേ, ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ പറയില്ലേ. ഇതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൾ ടു ആക്ഷൻ. അപ്പോൾ ഒപ്റ്റിമൈസ് ഫോർ SEO ആൻഡ് ആക്സസിബിലിറ്റി. SEO ആൻഡ് യൂസ് റിലവൻറ്റ് കീവേഡ്സ് ഇൻ ദി ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഹാഷ്ടാഗ്സ് ഇംപ്രൂവ് സെർച്ചബിലിറ്റി ഓൺ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് SEO എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡ്, അതുപോലെ ടൈറ്റിൽ, ഇതൊക്കെ കസ്റ്റമർ എപ്പോഴും സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള വേർഡ്സ്, കീവേഡ്സ് ആഡ് ചെയ്തിട്ടായിരിക്കണം. ഹാഷ്ടാഗ്
നിർബന്ധമായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ കവർ പേജസ് തംബ്നെയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ക്യാപ്ഷൻസ് ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് ടു മേക്ക് യുവർ വീഡിയോസ് ആസ് ആക്സസിബിൾ ടു വൈഡർ ഓഡിയൻസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മലയാളികളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, മലയാളം ഓക്കെ. അതല്ല, നിങ്ങൾക്ക് അതർ ലാംഗ്വേജിലുള്ള ആളുകളെ കൂടി ഇത് കണക്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഫീച്ചേഴ്സ് ക്യാപ്ഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൈഡർ ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പ്രൊമോട്ട് യുവർ വീഡിയോസ്. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യണം. ഇമെയിൽ, ന്യൂസ് ലെറ്റേഴ്സ് ആൻഡ് കൊളാബറേഷൻസ് വിത്ത് അതർ ക്രിയേറ്റേഴ്സ് ടു ഇൻക്രീസ് വിസിബിലിറ്റി ആൻഡ് റീച്ച്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നന്നായിട്ട് ഷെയർ ചെയ്യുക. ഇമെയിലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ ഇമെയിലിലൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ അതർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ റീച്ച് എത്തിക്കാൻ പറ്റും. ഫാസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം. സ്ലോലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, കൺസിസ്റ്റൻസി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ റെഗുലർലി അപ്ലോഡ് ന്യൂ കണ്ടന്റ് ടു മെയിൻറ്റെയിൻ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ആൻഡ് കണ്ടിന്യൂസ്ലി സീക്ക് ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് അനലൈസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് മെട്രിക്സ് ടു ഐഡൻറ്റിഫൈ ഏരിയസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വലിയ വീഡിയോ അല്ലെങ്കിലും ചെറിയ 30 സെക്കൻഡ് 1 മിനിറ്റിനുള്ളിലായിട്ടുള്ള റീൽസ്, ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, സീക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയും, ഞാനത് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഫീഡ്ബാക്കുകൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അത് അനലൈസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് മാക്സിമം അപ്പ് ചെയ്തുകൊണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ നിശ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നിഷ എന്താണ്, എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിലും ഫൈനലായിട്ട് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ബൈ കെയർഫുള്ളി സെലക്ടിങ് എ നിഷ that aligns with your interest and audience demand and mastering the technique of video content creation, you can effectively build a successful channel or platform. Remember, consistency, quality and audience engagement are key to growing your presence in the കോമ്പറ്റീറ്റീവ് വേൾഡ് ഓഫ് വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ. കാരണം നമുക്ക് ഒരുപാട് പേര് നമുക്ക് ചുറ്റുന്ന പല കണ്ടന്റുമായിട്ടും നമ്മൾ എടുക്കുന്ന സിമിലർ ടോപ്പിക്കുമായിട്ടൊക്കെ നമുക്ക് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഓൺലൈനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയുള്ള ആളെ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് യുവർ നിഷെ ആൻഡ് ഹോണിങ് യുവർ സ്കിൽസ് ആൻഡ് ക്രിയേറ്റിംഗ് ഇമ്പാക്ട്ഫുൾ വീഡിയോ കണ്ടന്റ് ദാറ്റ് resonate with your audience today. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിൽ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, വീഡിയോ എടുത്ത് അത് നിങ്ങൾ എഫക്റ്റീവ്ലി നിങ്ങൾക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചാനൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളതിൻ്റെ റീസൺ കണ്ടെത്തുക. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, കസ്റ്റമറിന് എന്താണ് വേണ്ടതെന്ന് വീണ്ടും തിങ്ക് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി വിഷ്വൽസ് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമറിന് കൊടുക്കാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മെല്ലെ മെല്ലെ ഗ്രോ ആകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിനൊപ്പം നിങ്ങൾക്ക് എത്തുന്നതിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റും. അതായത് നിങ്ങൾ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം, കൂടുതൽ ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ നല്ല വാല്യൂ ഉള്ള കണ്ടന്റ്, ഇൻഫർമേഷൻ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവരുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് നമ്മളിലൂടെ അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കസ്റ്റമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കസ്റ്റമറിന് വാല്യൂസ് കാണിച്ചു കൊടുക്കുക. അവരുടെ ഡ്രീം നമ്മളിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ വന്നോളും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.